ഹലോ. അപ്പോൾ ഇതൊരു മൂവി സജഷൻ വീഡിയോ ആണ്. നിങ്ങളിൽ എത്ര പേർക്ക് റേഡിയോ കേൾക്കുന്ന ശീലമുണ്ട്? പണ്ടൊന്നും ഞാനും അത് കേൾക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ജോലി ആവശ്യത്തിന് വേണ്ടി ഒരുപാട് നേരം കാറിൽ ട്രാവൽ ചെയ്യേണ്ടി വരുമ്പോൾ എന്താണോ കാറിൽ ഓൾറെഡി ഉള്ളത്, അതായത് FM, അത് തന്നെ പ്ലേ ചെയ്യാമെന്ന് കരുതും. അങ്ങനെ ഈ ഓൾ ഇന്ത്യ റേഡിയോയിലെ റാൻഡം പരിപാടികൾ, പഴയ പാട്ടുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം കഥകളുടെയും അല്ലെങ്കിൽ നോവലുകളുടെയൊക്കെ ഒരു വിവരണം നൽകുന്ന ഒരു നരേഷനുള്ള ഒരു പരിപാടി ഉണ്ട് അവർക്ക്. ഇതിനെ അവർ വിളിക്കുന്നത് റേഡിയോ നാടകം എന്നാണ്. അതിൽ ആ ദിവസം ഉണ്ടായിരുന്നത് ഷെർലക് ഹോംസിന്റെ കഥയാണ്. ഇതിൽ ഒരു സിനിമ പോലെ അതിൽ കഥാപാത്രങ്ങളുണ്ടാവും, അവർക്കൊക്കെ വ്യത്യസ്ത ശബ്ദങ്ങളുണ്ടാവും, ഓരോ കഥാ സന്ദർഭങ്ങൾ പറയുന്നുണ്ടാവും. അങ്ങനെ ഒരു പ്രോപ്പർ സിനിമ, പക്ഷേ വിഷ്വലൈസേഷൻ നമ്മുടെ മനസ്സിൽ ചെയ്യണം. അപ്പോൾ ഈ സംഭവം ഒരു വെനസ്ഡേ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഞാൻ അടുത്ത വെനസ്ഡേ വരെ ഇത് വരാൻ കാത്തു നിന്നു. പക്ഷേ അടുത്ത വെനസ്ഡേ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇവരിത് ഷെർലോക്ക് ഹോംസ് കഥകൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചൊരു സെഗ്മെന്റ് അല്ല. ഏതോ ഒരു ചെറുകഥയിലെ ഒരു സംഭവമായിരുന്നു, അല്ലെങ്കിൽ ഒരു ചെറുകഥ തന്നെയായിരുന്നു ആ ബുധനാഴ്ച സ്റ്റാർട്ട് ചെയ്തത്. സ്വാഭാവികമായി ഞാൻ നേരെ വീട്ടിൽ വന്ന് യൂട്യൂബിൽ തപ്പി നോക്കുമ്പോൾ സാധനം അവിടെ കിടപ്പുണ്ട്. പിന്നെ ഞാൻ അത് കേൾക്കലായി സ്ഥിരം പരിപാടി. ലിറ്ററലി ഞാൻ അതിന് അഡിക്റ്റായി. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ, ഈ ഒരു സെറ്റപ്പിൽ ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന്. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ ആ ഒരു രീതി, അവരവരുടെ വസ്ത്രധാരണത്തെ പറ്റിയും അവർ നിൽക്കുന്ന ലൊക്കേഷനെ പറ്റിയും അവർ പോകുന്ന സ്ഥലത്തെ പറ്റിയും സഞ്ചരിക്കുന്ന വണ്ടികളെ പറ്റിയൊക്കെ അവരതിൽ എക്സ്പ്ലെയിൻ ചെയ്യും. നമുക്കതൊക്കെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ ആ ഒരു വസ്ത്രധാരണത്തിൽ, ആ ഒരു രീതിയിൽ, ആ ഒരു ഹാറ്റൊക്കെ വെച്ച് ഒരു വലിയ കോട്ടൊക്കെ ഇട്ടിട്ടുള്ള ഒരു പരിപാടി, അങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നുണ്ടെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് കാലം കഴിഞ്ഞ് ഈ ചാനലിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ജയറാമിന്റെ ഫിലിമോഗ്രഫി നോക്കിയപ്പോഴാണ് അതിലൊരു സിനിമയുടെ പേര് കണ്ടത്, ന്യൂ ഇയർ. അപ്പോൾ ഈ പേര് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ആശ്ചര്യം തോന്നി. ഇങ്ങനെ ഒരു പേര് ഞാൻ ഇതിനു മുമ്പ് കേട്ടതായി ഒട്ടും ഓർക്കുന്നില്ല. എന്നാൽ പിന്നെ അതൊന്നും നോക്കിക്കളയാം എന്ന് കരുതി ഞാൻ ഈ സംഭവം യൂട്യൂബിൽ ഓപ്പൺ ചെയ്തു. ഇനിയാണ് സർപ്രൈസ്. ഞാൻ മുമ്പ് പറഞ്ഞ ഷെർലോക്ക് ഹോംസിന്റെ കഥയും ആ ഒരു കഥയുടെ സെറ്റിങ്ങും ആ ഒരു അന്തരീക്ഷവും അറ്റ്മോസ്ഫിയറൊക്കെ ഇല്ലേ, ഇത് അതേപോലെ ഒരു സംഭവമാണ്. ഇത് ജയറാമിന്റെ സിനിമയാണ്, ഇതിൽ സുരേഷ് ഗോപിയുണ്ട്. പക്ഷേ ഇവരൊന്നുമല്ല ഇതിൽ നമ്മുടെ ഷെർലോക്ക് ഹോംസ് ആയിട്ട് വരുന്നത്. അത് നമ്മുടെ സുകുമാരൻ ചേട്ടനാണ്. ഇതിലൊരു കൊലപാതകമുണ്ട്, ഒരു ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്, അതായത് ഒരു അന്വേഷണം കണ്ടുപിടിക്കുന്ന രീതി, അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ടിപ്പിക്കൽ എന്താ പറയുക, ഒരു ഷെർലോക്ക് ഹോംസ് സ്റ്റൈലിൽ തന്നെയാണ് സംഗതി മുന്നോട്ട് പോകുന്നത്. നിങ്ങളിത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കണ്ടു നോക്കാം. യൂട്യൂബിൽ സിനിമ അവൈലബിൾ ആണ്.